നമസ്കാരം. സംഘർഷബാധിതമായ വിദേശ രാജ്യങ്ങൾ, യുദ്ധഭൂമിയായി മാറിയ വിദേശ രാജ്യങ്ങൾ, ഇവിടെയെല്ലാം അകപ്പെട്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ വലിയ പ്രയത്നങ്ങൾ നമ്മുടെ രാജ്യം ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 2014 ശേഷം അതിന് ഇന്ത്യ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെ കാട്ടിയിട്ടുണ്ട്. ലോകം തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അത്തരത്തിലുള്ള പല ദൗത്യങ്ങൾക്കും വലിയ കയ്യടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യ പല ദൗത്യങ്ങളും നടത്തുമ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല, പല ചെറിയ രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും പാകിസ്ഥാൻ പൗരന്മാരെ പോലും ഇത്തരത്തിലുള്ള യുദ്ധബാധിതമായ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ദൗത്യം രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അവർ മുൻകാലങ്ങളിൽ ഇന്ത്യക്ക് നന്ദി പറഞ്ഞ് പോയിട്ടുമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ മറ്റൊരു ദൗത്യം കൂടി ഇപ്പോൾ നടക്കുകയാണ്. അത് മറ്റ് ഒന്നുമല്ല, ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ നടക്കുകയാണ്. വലിയ യുദ്ധമായി മാറാൻ സാധ്യതയുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഇറാനെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയാക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇറാനും ആക്രമണം നടത്തുന്നുണ്ട്. കാരണം ആ മേഖലയിൽ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന് ഭീഷണിയായിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വലിയ തരത്തിലുള്ള പ്രതിരോധം നടത്തുന്നുമുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലാണ്, അവരുടെ വ്യോമസേനയിലാണ്. ഇസ്രായേലിൻ്റെ വ്യോമസേനാ വിമാനങ്ങൾ ഇറാനിൽ തീ തുപ്പുമ്പോൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാനിൽ നിന്നുള്ള തിരിച്ചടികളെ ചെറുക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ തൊടുക്കുന്ന 100 അല്ലെങ്കിൽ 50 മിസൈലുകളിൽ 3-4 എണ്ണം തീർച്ചയായും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നുണ്ട്. അത് ഇസ്രായേലിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്നതൊരു ചെറിയ രാജ്യമാണ്. ഇറാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇറാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷേ ഈ ചെറിയ രാജ്യമാണ് ഇറാനെ ഇപ്പോൾ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇറാനിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരുണ്ട്. ഏതാണ്ട് 10,000-ഓളം ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണലുകളുമായി 10,000-ഓളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘർഷം രൂക്ഷമാകാനാണ് സാധ്യത. അതിൽ ഇറാന്റെ സാഹചര്യങ്ങൾ പരിങ്ങലിലാകാൻ സാധ്യതയുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അമേരിക്ക കൂടി ഈ സംഘർഷത്തിൽ പങ്കുചേരാൻ സാധ്യതയുണ്ട്. അമേരിക്ക വലിയൊരു ആക്രമണം ഇറാനിൽ നടത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളല്ലാതെ വളരെ വിനാശകരമായ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പൗരന്മാർ ഇറാനിൽ സുരക്ഷിതരല്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. ഇപ്പോൾ മുഴുവൻ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുകയാണ്. ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ആ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് വ്യോമപാത അടച്ചു എന്നതാണ്. ഈ മേഖലയിലെ വ്യോമപാത അടച്ചിട്ടുണ്ട് ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും. അതുകൊണ്ട് തന്നെ വ്യോമമാർഗം രക്ഷിച്ചെടുക്കുക എന്നത് വളരെ പ്രയാസമാണ്. ആദ്യ ഘട്ടങ്ങളിൽ ഇന്ത്യ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെ സംഘർഷബാധിതമായ പ്രദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുമായി ചങ്ങാത്തമുണ്ടാക്കിയ ശേഷം അവരുമായി ഒരു ധാരണയിലെത്തിയതിനു ശേഷം ഈ പൗരന്മാരെ അതിർത്തി വഴി റോഡ് മാർഗം അവിടേക്ക് മാറ്റുക, എന്നിട്ട് അവിടെ നിന്നും ഒരിടത്താവളത്തിൽ നിന്നും ഇവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു സ്ട്രാറ്റജിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ പുലർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് വിദ്യാർത്ഥികളെല്ലാം ആ ഒരു മാർഗം മുഖേന ഇതിനോടകം തന്നെ 2 വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇതാ 2 വിമാനം കൂടി അവർ ഡയറക്റ്റിൽ ഇറാനിൽ നിന്നാണ് വരുന്നത്. കാരണം ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ അവരുടെ വ്യോമപാത തുറന്നു തന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് മാത്രമേ ആ ഒരു ഫേവർ ഇറാൻ ചെയ്തുള്ളൂ എന്നുള്ളതാണ്. മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഉപകാരം ഇറാൻ ചെയ്തിട്ടില്ല. ഇന്ത്യക്കാരെ വളരെ സേഫായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി താൽക്കാലികമായി ഇറാൻ വ്യോമപാത തുറന്നിരിക്കുന്നു. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2 വിമാനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ നിന്ന് തിരിക്കും. 4:30 കൂടി ആദ്യത്തെ വിമാനം ദില്ലിയിലെത്തും. 11:30 കൂടി രണ്ടാമത്തെ വിമാനവും ദില്ലിയിലെത്തും. അങ്ങനെ ഒരു വലിയ സംഖ്യ തന്നെ ഇന്ന് ഇന്ത്യക്കാർ ദില്ലിയിലെത്താനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഓപ്പറേഷനുകൾ തുടരും. വളരെ റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ
ദുർഘടം പിടിച്ച ഒരു മിഷനാണിത്. കാരണം സംഘർഷഭരിതമാണ്. ഇസ്രായേലും ഇറാനും വ്യോമാക്രമണം, മിസൈലുകളും യുദ്ധവിമാനങ്ങളും പാറിപ്പറക്കുന്ന, ഒരു നിയന്ത്രണവുമില്ലാതെ പാറിപ്പറക്കുന്ന ആകാശത്തു കൂടിയാണ് ഇങ്ങനെ നിരപരാധികളെ അവിടെ നിന്നും രക്ഷിച്ചു എടുക്കേണ്ട ഒരു ദൗത്യം ഇന്ത്യക്കുള്ളത്. അതിന് പാസഞ്ചർ ഫ്ലൈറ്റുകളും അതുപോലെ തന്നെ വ്യോമസേനയുടെ വിമാനങ്ങളും വേണ്ടി വന്നാൽ ഉപയോഗിക്കും എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്തായാലും ഇറാനിൽ കുടുങ്ങിയിരിക്കുന്ന ഏതാണ്ട് 10,000-ഓളം വരുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനായി വിപുലമായ സംവിധാനങ്ങളാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഈ സജ്ജീകരണം കണ്ട് ശ്രീലങ്കയും നേപ്പാളും ഇന്ത്യയോട് സ്വന്തം പൗരന്മാരെ കൂടി ഈ മിഷനിൽ ഉൾപ്പെടുത്തണമെന്നും അവരെ കൂടി അവിടെ നിന്നും രക്ഷപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് നേപ്പാൾ ശ്രീലങ്കൻ പൗരന്മാരോട് ഇന്ത്യൻ എംബസിയുമായി ടെലഗ്രാമിൽ ബന്ധപ്പെടാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ബന്ധപ്പെടുന്നവരെ എല്ലാം തന്നെ ഇറാനിൽ നിന്നും മുഴുവൻ ഇന്ത്യക്കാരെയും അതുപോലെ തന്നെ നേപ്പാൾ ശ്രീലങ്കൻ സ്വദേശികളെയും അവിടെ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യ തീവ്ര പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.